ഇന്ന് പരിപാടിയാ. ഇന്ന് പരിപാടി കണ്ട കപ്പയിട്ട് നമ്മൾ ഷേക്ക് ഉണ്ടാക്കാണ്. കപ്പ പഴം ഷേക്ക്, അതായത് തപ്പിയോക്ക ബനാന ഷേക്ക്. ഇതാ പഴതാ, നല്ല റോബസ്റ്റ് പഴം. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി കേട്ടോ. അപ്പൊ നിങ്ങൾ എത്ര ആളുള്ള വെച്ചാൽ അത്ര ആളായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനിപ്പോ തുടങ്ങും. ഓക്കെ, അപ്പൊ TPM കുക്കിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവർക്കും. അപ്പൊ നമ്മളിപ്പോ ഇവിടെ തയ്യാറാക്കാൻ പോണത് തപ്പിയോക്ക ബനാന ഷേക്കാണ്. അതായത് കപ്പ പഴം അതിന്റെ ഷേക്കാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന്റെ ചേരുവകൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതിന് നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മളെ കപ്പ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പഞ്ചസാര. പിന്നെ അടുത്തതായിട്ട് ഉപയോഗിക്കുന്ന പഴം. പിന്നെ നമുക്ക് ഉപയോഗിക്കുന്നതാണ് പാല്. പിന്നെ വാനിലൻ്റെ എസൻസ് ഉണ്ടത്, ഇതാണ് ഉപയോഗിക്കുക. ഇതിൻ്റെ ചേരുവകളാണ് ഇതിൽ ചേർക്കാൻ പോണത്. അത് മുമ്പ് ഇതേപോലെ ഞാൻ ഒരു 10-13 കൊല്ലം മുമ്പിട്ട് ഇതേപോലെ ഒരു 100-800 ആൾക്ക് ഇതേപോലെ ഒരു 10-15 കിലോന് കപ്പയിട്ട് ഞാൻ അടിച്ചിരുന്നു, ജ്യൂസ് അടിച്ചിരുന്നു അന്നൊക്കെ. പിന്നെ ഒരുപാട് പണിക്കാരും കാര്യങ്ങളൊക്കെ ഒപ്പം ഉണ്ടായപ്പോൾ പിന്നെ അതാണ്ട് ഫ്ലാഷായി, പിന്നെ അങ്ങോട്ട് പരന്ന്. അപ്പോൾ നമ്മൾ അതിൽക്കും കൂടെ പിന്നെ ഒരു 10 മാസം നമ്മളൊപ്പം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നതൊക്കെ മറ്റുള്ളവർ പഠിച്ചിട്ട് അത് പിന്നെ പണി വിട്ടുപോയിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ അത് കൊടുക്കും. അപ്പോൾ അതിനൊരു വ്യത്യസ്തമായിട്ടാണ് നമ്മളിപ്പോൾ ഇത് ബനാന ഷേക്ക്, ഒരു ബനാനയും കൂടെ മിക്സാക്കിയിട്ട്, അതായത് പഴം കൂടെ മിക്സാക്കിയിട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ വീഡിയോയിലേക്ക് കിടക്കാം. പൂള ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ കുക്കറിൽ ഒരു 3-2 വിസിലടിച്ചാൽ മതി. പൂള നന്നായിട്ട് വേവും കേട്ടോ. നല്ല വേവണ പൂള എടുത്തോണ്ട് ജ്യൂസ് അടിക്കണമെങ്കിൽ, മറ്റേ വേവാത്ത പൂള എടുത്ത് ജ്യൂസ് അടിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നോക്കോളി, അപ്പോൾ 2 വിസിലടിക്കാം, കുറച്ചുള്ളൂ. അപ്പോൾ നമ്മളത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചത്. ആയിരക്കണക്കിന് ആൾക്കാർക്കൊക്കെ വേഗം ഒരു 10-20 കിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ 1000 ആൾക്കൊക്കെ നമുക്ക് കൊടുക്കാം. കല്യാണ വർക്കിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 1000 ആൾക്ക് നല്ല സൂപ്പറായിട്ട് അടിക്കാൻ പറ്റും. അതിൽ പല ചേരുവകൾ ചേർത്ത പൂളയെന്ന് ഒരു മനുഷ്യർക്ക് അറിയില്ല. അതാണിത് സംഭവം. അതാണ് ഈ ഷേക്കിൻ്റെ പവർ. ഇപ്പം നമ്മൾ ആ ഷേക്ക് അടിക്കുമ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ട് കാണിക്കും ചെയ്യുന്നുണ്ട് ഞാൻ. പിന്നെ അതുപോലെ ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഗ്യാസാണ് എന്ന് വെറുതെ പറയട്ടോ. അങ്ങനെ സംഭവമേ ഇല്ല, ഗ്യാസിൻ്റെ സംഭവമേ ഉദിക്കണില്ല അവിടെ. ഇപ്പോൾ ഗ്യാസൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ധൈര്യമായിട്ട് ഇങ്ങനെ പൂള ജ്യൂസ് അടിക്കാം കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ ഇംഗ്ലീഷിലാണ് പേരിട്ടിന് തപ്പിയോക്ക ബനാന ഷേക്ക്. ഓക്കെ, കുക്കറിലിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ. ഈ പൂള ഒന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ കപ്പ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ജ്യൂസ് നമ്മൾ ഷേക്ക് ഉണ്ടാക്കാൻ പോകട്ടോ. എല്ലാവരും ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ കപ്പ ഇത് പുഴുങ്ങി വെച്ച ശേഷം നമ്മൾ വെന്തതിന് ശേഷം നമ്മളെ ഈ ആരുണ്ടാവുമല്ലോ, അതേപോലത്തെ ആര്, അതൊക്കെ ഒന്ന് ഒഴിവാക്കണ്ട കേട്ടോ. മറ്റേ ജ്യൂസ് ഇത് ആരുണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ല സംഭവം ഒക്കെയാണ് കേട്ടോ. കപ്പ ഏകദേശം ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ചൂടാറിയിട്ട് നമ്മൾ ചൂടാറിയിരിക്കണം. അപ്പോൾ നമ്മളിത് മിക്സിയിലിട്ടിട്ട് അടിക്കാൻ പോവാണ്. അപ്പോൾ അടിക്കുമ്പോൾ ഓരോ ചേരുവകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. എന്താണ് ഞാൻ കാണിക്കാൻ പോകുന്നത്, എന്താണ് അടുത്തത് ചെയ്യുന്നതെന്നൊന്നും വീക്ഷിക്കട്ടോ. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ അതിൽ കപ്പിട്ടുണ്ട് കേട്ടോ. പകുതി ഇട്ടുള്ളൂ കേട്ടോ. പകുതി നമുക്ക് പിന്നെ അടുത്ത ട്രിപ്പിലിടാം. റോബസ്റ്റ് പഴം കൂടെ ആഡ് ചെയ്യണ്ട കേട്ടോ. ഒന്ന് പഞ്ചസാര ഏകദേശം അത് മതി, ഒരു കയ്യിൽ മതി കേട്ടോ. പിന്നെ അടുത്ത ഇടാൻ പോണത് നമ്മൾ പാലാണ്. ഒരു പാറ്റ് കട്ടപ്പാലാണ്. ലൂസായതാണ്, കട്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ലൂസായി പോയി. ഓക്കെ, കുറച്ച് വാനില എസൻസ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അടുത്തേക്ക് തയ്യാറാക്കാൻ പോണേ ബനാന ഷേക്ക്. ബനാന ഷേക്കാണ് ഈ ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് റെഡി ആയിരിക്കുന്നത്. അതായത് കപ്പ പഴം ജ്യൂസ്. മുത്തുവണ്ടികളെ ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ കപ്പറ്റ് ജ്യൂസ് അടിച്ചാട്ടാ. അതിൻ്റെ റെസിപ്പി നമ്മളെ പറഞ്ഞു. അങ്ങനെയൊക്കെ പരിപാടി കപ്പ ജ്യൂസ് അടിച്ചാൽ ശരിക്കും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എല്ലാം വീഡിയോയിൽ വിശദമായിട്ട് വീഡിയോയിൽ എല്ലാം ഉണ്ടാക്കുന്ന രീതിയൊക്കെ വീഡിയോയിലുണ്ട്. എല്ലാവരും നോക്കുക. ഇതാണ് നമ്മളെ ജ്യൂസ് കേട്ടോ. ഇത് എത്ര വേണമെങ്കിലും അടിക്കാം. 1000കണക്കിന് 2000 3000 എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും കപ്പയും മറ്റേ പാലും ഉണ്ടായാൽ മതി. നമുക്ക് അടിപൊളി. അപ്പൊ നമ്മളെ കുട്ടികളാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ. അതാ മുത്തുമണികളാണ് നിൽക്കുന്നത്. അപ്പൊ കുട്ടികൾക്കൊക്കെ അതായത് ഈ ഒരു കാലാവസ്ഥയിലും കുട്ടികൾ നമ്മളെ കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് തന്നെയാണ് വലിയൊരു കാര്യം. കുട്ടികളൊക്കെ നമ്മളെ കൂടെ നിൽക്കുകയാണ് ഈ കാലാവസ്ഥയിലും. മഴ ഇങ്ങനെ ചാറുകയാണ്.
എന്നാലും പോലും കുട്ടികൾ നമ്മളെ വീഡിയോക്ക് സപ്പോർട്ടാണ്. ആദ്യം നോക്കട്ടെ. അപ്പൊ നമ്മളെ കുട്ടികൾക്കൊക്കെ ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഫിറോസാ. ആയിക്കോട്ടെ. കുട്ടികൾ കുടിക്കട്ടെ എന്ന്, കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഉണ്ടാക്കണത്. കുട്ടികളെ കുടിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറയും. കപ്പ ഇതാ കപ്പ ഉണ്ടാക്കണതിന് മുന്നുള്ള കപ്പയാണിത്. നമ്മളിപ്പോൾ പറമ്പെന്ന് പറിച്ചാണ്. അടിപൊളി കപ്പയാണ്. മൂത്ത് വരണുള്ളൂ, എന്നാലും കുഴപ്പമില്ല. നല്ല ടേസ്റ്റാണ്. ജ്യൂസ് ഉണ്ടാക്കിയിട്ടാ ബാക്കി കാര്യങ്ങൾ. അടിപൊളിയല്ല? അപ്പൊ എന്താ പേര്? ടപ്പിയോക്ക ബനാന ഷേക്ക്. ഒന്നുകൂടെ പറഞ്ഞാണ്. അഭിപ്രായം പറയും. Subscribe to my channel and also press this bell icon. ഇതാ വേണം.